ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് അമേസിംഗ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ വണ്ണം, അതായത് നമുക്ക് വെയിറ്റ് ഒന്ന് കുറയാൻ വേണ്ടിയും നമ്മുടെ ബെല്ലി ഫാറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയും നമ്മൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇത് ഉപയോഗിച്ച് കാണുമായിരിക്കും, ഉപയോഗിച്ച് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടിയ ആൾക്കാർ ഇതിനകത്ത് കാണുമായിരിക്കും. പക്ഷെ ചില ആൾക്കാരൊന്നും ഇത് ഉപയോഗിക്കാതെ ഇതിന്റെ എന്താണ് ഇതിന്റെ യൂസ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയാത്ത ആൾക്കാരും കാണുമായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള വീഡിയോസ് ആണ്. അപ്പം ആ ഹെൽത്തി ഡ്രിങ്ക് എന്താന്ന് വിചാരിച്ചാല് നമ്മൾ ചിയാ സീഡ്സ് ആണ്. ഇപ്പം ഒരുപാട് ഡയറ്റീഷ്യൻസ് ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ് ചിയാ സീഡ്സ്. അത് നമ്മുടെ ബെല്ലി ഫാറ്റ്, വെയിറ്റ് ലോസ് എന്നിവയ്ക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണിത്. അപ്പൊ നമുക്കിത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിലും നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും. അധികം വിലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാധനം ചെറിയ ഒരു തരിമണികളാണെങ്കിലും പക്ഷെ അതിന്റെ ഗുണമെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു കടുകുമണിയുടെ അത്രമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഗുണമുള്ള സാധനമാണ്. അതേപോലെ തന്നെ ഉള്ളൂ, ഇതും അത്രേ ഉള്ളൂ, പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് കാൽസ്യം, അയണ്, ഒമേഗ 3, ഫൈബർ, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ചിയാ സീഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് നല്ല ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഞാനൊരു ഈ ഡ്രിങ്ക് ഒരു 1 മന്ത് യൂസ് ചെയ്തു. എനിക്ക് നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ തോന്നിയത്. ഞാനിതൊരു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്നേ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ അല്ലായിരുന്നു. പക്ഷെ ഇതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്കൂടെ ഒന്ന് അഡ്വൈസ് ചെയ്ത് തന്നേക്കാം എന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ ഈ ചിയാ സീഡ്സ് നമുക്ക് പല രീതിയിൽ എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ജ്യൂസിൽ എടുക്കാൻ പറ്റും, സാലഡ്സിൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് പല ഫുഡിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് നമുക്ക് പലരും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് കുറച്ച് ഓട്സും കാര്യങ്ങളും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുക്കുക, തിളപ്പിച്ച്, അല്ലെങ്കിൽ ഒന്നുകിൽ ഇളം ചൂട് വെള്ളമോ അല്ലെങ്കിൽ ലൈറ്റ് വെള്ളം ആറിച്ചിട്ടുള്ള വെള്ളമോ, 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് 1 ടീസ്പൂണ് ചിയാ സീഡ്സ് ഇടുക. അപ്പൊ ഞാനിവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് 1 ടീസ്പൂണ് ചിയാ സീഡ്സ് ഇടുക. ഇതിപ്പോ ഞാൻ എടുത്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. കുറഞ്ഞത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മളിത് വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് നമ്മൾ ഈ ചിയാ സീഡ്സ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഓൾറെഡി ഇട്ടല്ലോ, ഇനി ഇതിനകത്തൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. ഇങ്ങനെ നമ്മൾ ഇത് മിക്സ് ചെയ്യാതിരുന്നാൽ ഇതിങ്ങനെ അടി വന്ന് ഇവിടെ അടിഞ്ഞ് നല്ല കട്ടയ്ക്ക് കിടക്കും. നമുക്കറിയല്ലോ, ചിയാ സീഡ്സ് എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കുതിർന്നിങ്ങനെ വരും. അപ്പൊ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ അടി വന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. നമുക്കത് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലെത്തും. അതുകൊണ്ട് ഇതൊരു 50 സെക്കൻഡ്സ് കേട്ടോ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ കുടിക്കുക. ഇത് നമുക്ക് വേണമെന്നുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുവാണ്. ചിലർക്ക് ഒരുപാട് ഷുഗർ വേണം എന്നുള്ളവർക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ഈ മധുരം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതും നമുക്ക് അഴുക്കാണ്. നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. സോ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ മടിയുള്ളവർക്ക് അങ്ങനെ ഒരു കാര്യം എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇത് കുടിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂറിന് മുമ്പാണ് നമ്മൾ എടുക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ പറയുന്ന ആ രീതിയിൽ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇത് എടുക്കേണ്ടത് ഇതിപ്പോ 9 മണിക്കാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 8:30 അല്ലെങ്കിൽ ഒരു 8:15 ആകുമ്പോഴത്തേക്ക് ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, ഇത്
ഈ നമ്മുടെ BP, ഷുഗർ, ഈ ഒരു ടാബ്ലറ്റ് എടുക്കുന്ന ആൾക്കാർ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കരുത്. കാര്യം നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് ഇല്ലാതെ ഈ ഒരു ഡ്രിങ്ക് എടുക്കരുത്. കാര്യം ഇത് കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ BPയുടെ അളവ് കുറയും, ഷുഗറിന്റെ അളവ് കുറയും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ ഇത് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ ഇതറിയാലോ, വെള്ളത്തിൽ വീണാൽ തന്നെ ഒരു ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരുമാതിരി തിക്നെസ് ആവുന്നതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ. അപ്പം അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഇതിനെ ഇപ്പം 1 ടീസ്പൂണിന് പകരം ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടേക്കാം, എന്നാൽ എനിക്ക് വണ്ണം വെക്കും, ഒരു 2-3 ടീസ്പൂൺ ഇട്ടേക്കാം, അങ്ങനെ ചെയ്യരുത്. ഇത് ഓവറായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ദോഷമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയും നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പം നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് 1 ടീസ്പൂണ് 1 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യരുത്. അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷം ചെയ്യും. പിന്നെ ഇത് കുടിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. നമ്മുടെ വയറ്റിൽ എന്തോ നല്ല ഫുള്ളായിട്ട് ഇരിക്കുന്ന തോന്നും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അടുത്ത മീൽ നമ്മൾ മാക്സിമം കുറച്ചേ എടുക്കത്തുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. നമുക്ക് വിശക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഫുഡ് വലിച്ചു വാരി തിന്നുന്നത്. അപ്പം ഇത് കുടിക്കുമ്പോൾ നമുക്ക് ആ വിശപ്പ് ഫീൽ ആവത്തില്ല. പിന്നെ ഡൈജഷൻ നല്ലോണം നടക്കും. പിന്നെ കോൺസ്റ്റിപ്പേഷൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇത് നല്ലതാണ് കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക്, നിങ്ങൾ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് മാത്രം, ഇത് നമ്മൾ ചുമ്മാതെ ഇതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് കാര്യം, റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഒരു 1 മന്ത് നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്ക്. എനിക്ക് ഒരു 15 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ. അപ്പൊ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. 1 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 15 ദിവസം കഴിയുമ്പോൾ തന്നെ, അതിന് മുമ്പ് തന്നെ ചിലർക്ക് നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റും, ഈ നല്ല ഇത് തന്നെ എടുക്കുവാണെങ്കിൽ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്നെ കമന്റിൽ കൂടെ അറിയിക്കണം. അതുപോലെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഇനി അടുത്ത വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.